നമ്മൾ നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഗ്രില്ലൊന്നും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്രിൽ ചിക്കൻ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ സജീവൻ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും സജീവൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അത് അറിയിക്കുന്നതാണ് വിചാരിക്കുന്നത്. അത് ഇഷ്ടമായാലും അറിയിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ആദ്യം വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 വറ്റൽമുളകാണ്, ഉണക്കമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ഏലക്കായ, ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 1/4 ഇഞ്ചോളൊക്കെ ഉള്ളത്, പിന്നെ 2 കരയാമ്പൂ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്നത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ ആയിട്ട് വരുന്നത്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ അതൊന്ന് തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലത് മാത്രം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റ സ്പൈസസും കരിയാണ്ടിരിക്കാൻ നോക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ എല്ലാ സ്പൈസസും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 മിനിറ്റോളാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ചൂടായി വരുന്ന സമയത്ത് മുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വരുന്നതായിട്ട് കാണാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാലും ഏകദേശം 1 മിനിറ്റോളം പിന്നീട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് ആ ജീരകമോ അങ്ങനെ ചെറിയ സാധനങ്ങൾക്ക് പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാവും. പിന്നെ ഈ ചിക്കനിലോട്ട് നമ്മൾ നല്ല കളറിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ അതിനധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കണ ആ വറ്റൽമുളകില്ലേ അതിൻ്റെ അളവിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പച്ചമുളക് ചേർക്കും അതിൻ്റെ അളവിലോ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് മുളക് പൊടിയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളിയാണ്, അത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒരു 7 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇതുപോലത്തെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ 7. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ മിക്സിയിൽ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതെല്ലാം കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് വേണ്ടിട്ട് എടുക്കാനായിട്ട് ചെറുതായിട്ടൊരു പുളിയുള്ള തൈര് എടുക്കുക. പിന്നെ ചിക്കനിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇനി നന്നായിട്ട് അരച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാലയ്ക്ക് നന്നായിട്ട് പറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് ഇത്രയും ഒരു മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വരിഞ്ഞു കൊടുക്കാൻ നോക്കുക, എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചിട്ട് നന്നായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ മസാലക്കൂട്ടൊക്കെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ചിക്കനിലോട്ട് പറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലെഗ് പീസാണ്. ഇങ്ങനെയൊന്നും എടുക്കണം നിർബന്ധമൊന്നുമില്ല. 1/2 കിലോ ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കിയിട്ട് വലുതാണെങ്കിൽ നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്ത് വെക്കുക. പിന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ആ വരിഞ്ഞ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തന്നെ പറ്റി വയ്ക്കാൻ നോക്കുക, എന്നാലാണ് വറുത്തെടുത്ത് വരുമ്പോൾ നന്നായിട്ട് വരുള്ളൂ.
ഇപ്പോൾ നമ്മൾ ആ ചിക്കൻ കഷ്ണത്തിൽ എല്ലാത്തിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഈ സമയത്തല്ല കേട്ടോ, നമ്മൾ മസാല അരച്ചതിന് ശേഷം ഈ ചിക്കനിൽ പറ്റി വയ്ക്കില്ല. ആ സമയത്ത് ഈ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ക്യാപ്സിക്കാണ് നമ്മൾ എടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ട് തന്നെ പറ്റി വയ്ക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വിട്ടുപോയി അതൊന്ന് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് വീണ്ടും ഇങ്ങനെ നമ്മളിത് പറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപ്സിക്കം എടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ ക്യാപ്സിക്കം എടുക്കുക. അങ്ങനെ അരിഞ്ഞിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചിക്കനിലോട്ട് നന്നായിട്ട് തന്നെ പറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതേ ചിക്കനിലോട്ട് നമ്മൾ ക്യാപ്സിക്കം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല അരച്ചെടുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി അതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചിക്കനിലോട്ട് പറ്റി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 2 പണി ഉണ്ടാവില്ല. നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി ചിക്കൻ നമ്മൾ ഒരു 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ അത്രയും നേരം ഇരുന്നാൽ മാത്രമാണ് ആ ചിക്കനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിലോട്ട് വെക്കുക, ഫ്രീസറിലോട്ടല്ല ഫ്രിഡ്ജിലോട്ട് വെച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഓവർനൈറ്റാണ് വെക്കാൻ പോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം വറുക്കണേക്കാളും 1 മണിക്കൂർ മുന്നേ ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം പിന്നീട് വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് കരിയാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ചാർക്കോളൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചിരട്ട കത്തിച്ചിട്ട് അത് കത്തി തീരാനാവുന്നതിന് മുന്നേ വെള്ളം തെളിച്ചൊന്ന് ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള കരിയാണിത്, ചിരട്ടക്കരിയാണിത്. അപ്പോൾ നമ്മളിന്ന് ഈ ചിക്കൻ ചെയ്തെടുക്കുന്നത് ഗ്രില്ലിൽ ഇല്ലാതെയാണ്. അപ്പോൾ ഗ്രില്ലിൽ ചെയ്തെടുത്ത ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല പറ്റി വെച്ച ചിക്കൻ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ വറുത്തെടുക്കാനായിട്ട് അത് 1 മണിക്കൂറിന് മുന്നേ തന്നെ നമ്മൾ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഓയിലൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. പാത്രം ചൂടാകുമ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ പീസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പാത്രത്തിൽ കുത്തി നിറച്ച് ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ട് പറ്റിയോണ്ട് തന്നെ അതെല്ലാം ആ ഒരു എണ്ണയിൽ പോവാതിരിക്കാനായിട്ട് ആദ്യത്തെ 1.5 മിനിറ്റോളം നമ്മൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. 1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടാം. ആ തിരിച്ചിട്ട ഭാഗം വീണ്ടും ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. 1.5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു സൈഡും വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സൈഡും ഒരു 1.5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓരോ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമ്മളിത് അടച്ചും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം തന്നെ ഇതിങ്ങനെ തന്നെ വെക്കുകയാണ്. 4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറ്റി വെച്ച പാത്രത്തിൽ മസാല ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കാണുന്ന അടിയിൽ കാണുന്ന മസാല ഇല്ല, അത് കരിയണേക്കാൾക്ക് മുന്നായിട്ട് ആ ചിക്കൻ്റെ മുകളിലോട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സൈഡും ആവാത്തത് നോക്കിയിട്ട് ഒന്ന് തിരിച്ചും ചെരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ അതിലെ ആ ഒരു അടിയിൽ ആ മസാല കരിഞ്ഞത് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചിക്കൻ വറക്കാനുണ്ടെങ്കിൽ ആ ഒരു മസാല മാറ്റിയതിന് ശേഷം വേണം കേട്ടോ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇനി ഈ ചിക്കന് ഗ്രിൽ ചിക്കൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ കരി ഒന്ന് എടുക്കുക. അതിനുശേഷം അത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കത്തിച്ചെടുക്കുക. ഈ കരി നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ചിക്കൻ വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെക്കുക. ആ ഒരു ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ ഈ കത്തിച്ച കരി ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആ സമയത്ത് ഇതുപോലെ നന്നായിട്ട് പുക വരും. ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് പാത്രം ഒന്ന് അടയ്ക്കാൻ നോക്കുക. അപ്പോൾ അടച്ചു വെക്കണ മൂടിക്ക് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. ഇനി ഇത് തുറക്കാതെ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക. അപ്പം 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ആ സമയത്ത് പുകയൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇനി നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കാം. അതുമാത്രമല്ല ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.